മൊസാംബിക്കിലെ ബോട്ടപകടത്തിൽ കാണാതായ ശ്രീരാഗ് രാധാകൃഷ്ണൻ്റെ ബന്ധു അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. കപ്പൽ കമ്പനിയിൽ നിന്നും അദ്ദേഹത്തെ നേരിട്ട് ഫോണിൽ അറിയിക്കുകയാണ് ചെയ്തത്. എങ്ങനെയാണ് ചേട്ടാ വിവരങ്ങൾ അറിഞ്ഞത്? പിന്നെ ഇത് സ്കോർപിയോ മറൈൻ മാനേജ്മെൻറ്റ് എന്ന കമ്പനിയിലാണ്. അത് മിനിഞ്ഞാന്ന് രാവിലെ ഒരു 11 മണിയായപ്പോഴത്തേക്ക് അവരുടെ ഓഫീസിലെ ക്രൂ മാനേജർ വിളിച്ചിട്ട് ഇന്ന പോലെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, അത് ശ്രീരാഗ് ഈസ് മിസ്സിങ്, വി ആർ ഓൺ സെർച്ച് എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അവർ 2 മണിക്കൂർ കൂടുമ്പോഴൊക്കെ നമ്മളെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെയും വിളിച്ചിരുന്നു, ഇന്ന് രാവിലെ ഇപ്പോഴും 10 മിനിറ്റ് മുമ്പേയും വിളിച്ച് നമ്മളെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പം ഇന്നലെ അവർക്ക് സെർച്ച് ചെയ്യാൻ പറ്റിയില്ല, ഇന്നലെ ബാഡ് വെതറായിരുന്നു, അതുകൊണ്ട് ഉച്ചവരെ സെർച്ച് ചെയ്യാൻ പറ്റിയുള്ളൂ. പിന്നെ ഇന്നിപ്പോൾ രാവിലെ 6 മണിക്ക് റെസ്യൂം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇപ്പോഴും സെർച്ച് ചെയ്യുന്നു എന്നുള്ള ഒരു വിവരമാണ്. നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു, ഒരു പോസിറ്റീവ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. എങ്ങനെയായിരുന്നു ഈ അപകടം സംഭവിച്ചതെന്ന്, കാണാതാകുന്നത് എങ്ങനെയാണെന്ന്? അതിനെക്കുറിച്ച് നമുക്ക് വലിയ ഇതില്ല. ഇവർ 21 പേരോളം ഉണ്ടായിരുന്ന ഷിപ്പിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. അതിൽ 14 പേരെയും കണ്ട് രക്ഷിക്കാൻ പറ്റി. 5 പേര് സ്റ്റിൽ മിസ്സിങ് ആണ്. അത് ബോട്ട് ഇവരെ ക്രൂ ചേഞ്ചിങ്ങിന് വേണ്ടി കൊണ്ടുപോയ ബോട്ടാണ്. ഇതൊരു ബോട്ടിലാണ് ഷിപ്പിലേക്ക് പോർട്ടിൽ നിന്ന് ബോട്ടിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർ ഈ കമ്പനിയുടെ 12 പേരുണ്ടായിരുന്നു, അതിൽ 5 പേര് രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ പറ്റിയത്. ഇപ്പോൾ 5 പേരും മിസ്സിങ് ആണ്. ഈ 5 പേർക്ക് വേണ്ടി ഒരു തെരച്ചിൽ നടന്നത്. ഈ ബോട്ട് മറിഞ്ഞു പോയതായിട്ടാണ്, ക്യാപ്സൈസ് ചെയ്യുക എന്നാണ്, ക്യാപ്സൈസായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതാണ് നമുക്കുള്ള വിവരം. ശ്രീരാഗ് എങ്ങനെയാണ് ഈ മേഖലയിലേക്ക്, ഈ ഒരു ഫീൽഡിലേക്ക് പഠിച്ച് എങ്ങനെയാണ് എത്തുന്നത്? ശ്രീരാഘവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഞാൻ ഈ ഷിപ്പിങ്ങിലുള്ള ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. അപ്പോൾ എൻ്റെ ഇത് ഫോളോ ചെയ്താവാം. അവനതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് മർച്ചൻ്റ് നേവിയിൽ ആദ്യം ഇന്ത്യൻ കമ്പനി ഗ്രേറ്റ് ഈസ്റ്റേണിലായിരുന്നു. അത് കഴിഞ്ഞ് ഫ്ലീറ്റ് മാനേജ്മെൻറ്റ്, അത് കഴിഞ്ഞപ്പോൾ ഇതിലായിട്ട് മോർ ദാൻ 3 ഇയേഴ്സായി ഈ ഇതിൽ ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ശ്രീരാഗിൻ്റെ കുടുംബം ഒക്കെ എങ്ങനെയാണ്? ബാക്കി ശ്രീരാഗിൻ്റെ അച്ഛൻ്റെ വീടാണ്. ശ്രീരാഗിന് അനിയനാണ് ഉള്ളത്, പിന്നെ വൈഫും 2 കുട്ടികളും. ഒരു മൂത്ത ആൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇളയാളിന് 4 മാസത്തെ പ്രായമായിട്ട്. ശ്രീരാഗ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഇവിടെ വന്ന് പോയില്ലേ? അവന് 6 മാസമായിട്ട് ഇവിടെ ഉണ്ട്. 6 മാസം കഴിഞ്ഞ് ഇപ്പോൾ ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ പോയതാണ്. ഈ സീ കസ്റ്റ് എന്ന് പറയുന്ന സ്കോർപിയോ മറൈൻ്റെ ഷിപ്പിൽ ഓയിൽ ടാങ്കറാണ്, അത് ജോയിൻ ചെയ്യാൻ പോയതാണ്. പ്രധാനമായിട്ടും ഇത് ഏതൊരു സ്ഥലത്താണ്? നമുക്ക് ആ ലൊക്കേഷൻ അല്ലെങ്കിൽ ഈ കടലിനെ കുറിച്ചിട്ടൊക്കെ എങ്ങനെയാണ് സാറിന്? ഇപ്പം ഇത് ഈ ഫീൽഡിൽ ഉള്ള ആളായതുകൊണ്ട് അറിയാമല്ലോ ഒരു കടലിൻ്റെ ഒരു സ്വഭാവം. ഇത് ഞാൻ ട്രാക്ക് ചെയ്തപ്പോൾ ഇത് ഈസ്റ്റ് ആഫ്രിക്കയാണ്. മൊസാംബിക് എന്ന് പറയുന്നത് നിയർ ടു സിംബാബ്വേയാണ്. സിംബാബ്വേയുടെ ബോർഡറാണെന്നാണ് ഞാൻ ഇതിൽ നിന്ന് നോക്കിയപ്പം മനസ്സിലായത്. അവിടെ സീ അത്ര റഫൊന്നും ആകാറില്ല സാധാരണ സമയത്ത്. അപ്പോൾ ഇപ്പോഴും അങ്ങനെ ഒരു സീ റഫായിരുന്നു എന്നുള്ളൊരു റിപ്പോർട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. അതിൻ്റെ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ്റെ റിപ്പോർട്ട് കിട്ടിയെങ്കിലേ നമുക്കറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ ജനപ്രതിനിധികളൊക്കെ ബന്ധപ്പെട്ട് രാവിലെ ഷിബു ബേബി ജോൺ സാർ വന്നിരുന്നു, ഇന്നലെ ഇവിടുത്തെ MLA വന്നിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ പ്രേമേന്ദ്രൻ സാറിനെ ഒന്ന് അപ്രോച്ച് ചെയ്തിരുന്നു ഇതിൻ്റെ ഒരു ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്ഡേറ്റ് വിളിച്ച് പറഞ്ഞു തന്നു. പിന്നെ പലരും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എംബസി ഇന്നലെ ഏതോ ഒരു ചാനലിൽ വന്ന 2-3 നമ്പർ ഉണ്ടായിരുന്നു, അതിൽ വെച്ച് നമ്മൾ എംബസിയെ കോണ്ടാക്ട് ചെയ്തു. അവരും വളരെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ അപ്ഡേറ്റ് തരുന്നുണ്ട്. ഇന്ന് രാവിലെ നമുക്ക് അപ്ഡേറ്റ് കിട്ടി. അപ്പം ഇന്ന് രാവിലെ തന്നെ സെർച്ച് തുടങ്ങി. ഇത് ഡീപ്പ് വാട്ടർ ഡൈവേഴ്സ് എന്നുണ്ട്, അവരെ കണ്ടുപിടിക്കുന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇരിക്കുന്നു. ഇപ്പോൾ അവിടെ സമയം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പോഴും തിരച്ചിൽ നടക്കുന്നുണ്ടോ? ഇപ്പം രാത്രിയാണോ അല്ലെങ്കിൽ? ഉണ്ട്, ഇവിടെ ഒരു 3.5 മണിക്കൂർ ബിഹൈൻഡ്. അതായത് ഇവിടെ 10 മണിയാകുമ്പോഴേ അവിടെ 6:30 മണിയാവുള്ളൂ. 6:30ക്കാണ് സാധാരണ സൺറൈസ് കഴിഞ്ഞ് സെർച്ച് തുടങ്ങുന്നവർ. ഇന്ന് പക്ഷേ എന്തോ 6 മണിക്ക് തുടങ്ങിയിട്ടുണ്ടെന്നാണ് കിട്ടിയ വിവരം. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തി ശ്രീരാഗിനെ തിരിച്ചു കിട്ടട്ടെ, അല്ലെങ്കിൽ തിരികെ മടങ്ങിയെത്തട്ടെ എന്നതാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ എല്ലാവരും അത് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്.